അമ്മേ നാരായണ, ദേവി നാരായണ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൂകാംബിക ജ്യോതിഷൻ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. പുണ്യമായ കർക്കിടക മാസം പിറന്നു കഴിഞ്ഞു. കർക്കിടകത്തിൽ നാലമ്പല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരും അതിനായി തയ്യാറെടുക്കുന്നവരും ആണ് നമ്മളിൽ പലരും. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവർ പ്രതിഷ്ഠയായിട്ടുള്ള 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതാണ് നാലമ്പല യാത്ര എന്ന് പറയുന്നത്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ഈ പുണ്യയാത്രയിൽ ചില വലിയ തെറ്റുകൾ വരുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ യാത്രയുടെ പൂർണ്ണമായ ആത്മീയ ഫലം ലഭിക്കാറില്ല. നാലമ്പല ദർശനം നടത്തുമ്പോൾ നമ്മൾ വരുത്തുന്ന പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്നും യാത്രയുടെ പൂർണ്ണ ഫലം ലഭിക്കാൻ എന്തൊക്കെയാണെന്നും കൃത്യമായ നിയമങ്ങളോടെ ദർശനം നടത്തേണ്ടത് എങ്ങനെയാണെന്നും നമുക്ക് ഇവിടെ വിശദമായി പരിശോധിക്കാം. ആത്മീയ അറിവുകൾക്കായി നമ്മുടെ മൂകാംബിക ജ്യോതിഷൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നാലമ്പല യാത്രയിൽ ഭക്തർ വരുത്തുന്ന പ്രധാന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇതിൽ ഒന്നാമത്തെ തെറ്റ്, ഒരേ ദിവസം ദർശനം പൂർത്തിയാക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ തെറ്റ്. ചില ആളുകൾ ദൂരക്കൂടുതൽ കൊണ്ടോ സമയക്കുറവ് കൊണ്ടോ 2 ദിവസങ്ങളിലായിട്ടാണ് നാലമ്പല ക്ഷേത്രങ്ങളിലേക്ക് പോകാറുള്ളത്. എന്നാൽ ഇത് തികച്ചും തെറ്റായ രീതിയാണ്. പുലർച്ച നിർമ്മാല ദർശനത്തോടെയോ ഉഷപൂജയ്ക്ക് മുൻപോ യാത്ര തുടങ്ങി അന്നേ ദിവസം ഉച്ചയ്ക്ക് മുമ്പായി തന്നെ 4 ക്ഷേത്രങ്ങളിലും ദർശനം പൂർത്തിയാക്കണം എന്നതാണ് വിധി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി തീർക്കാൻ ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ തെറ്റ് എന്താണെന്ന് നോക്കാം. തെറ്റായ ക്രമത്തിൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതാണ് രണ്ടാമത്തെ തെറ്റ്. 4 സഹോദരന്മാരുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് കൃത്യമായ ഒരു കണക്കുണ്ട്. വഴിമാറി സന്ദർശിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയില്ല. പ്രായം കൂടിയ ജ്യേഷ്ഠൻ മുതൽ ഇളയ സഹോദരൻ വരെ എന്ന ക്രമത്തിലാണ് ദർശനം നടത്തേണ്ടത്. കേരളത്തിൽ പ്രധാനമായും 2 ജനപ്രിയ നാലമ്പലങ്ങളാണ് ഉള്ളത്. ഇതിൽ തൃശ്ശൂർ, എറണാകുളം ജില്ലകളായി പരന്നു കിടക്കുന്ന പ്രശസ്തമായ നാലമ്പലങ്ങളുടെ ശരിയായ ദർശനക്രമം ആദ്യം നമുക്ക് വിശദമായി പരിശോധിക്കാം. വഴിപാട് ക്രമങ്ങളും സമയവും അനുസരിച്ച് ഒന്നാമതായി നമ്മൾ എത്തേണ്ടത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. രാവിലെ ഉഷപൂജയ്ക്ക് മുൻപായി ഇവിടെ എത്തി ദർശനം നടത്തണം. ഇവിടെ ദർശനം നടത്തുമ്പോൾ അവിടുത്തെ പ്രസിദ്ധമായ മീനൂട്ട് വഴിപാടും കൊടി വഴിപാടും നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൃപ്രയാർ ദർശനം കഴിഞ്ഞ് രണ്ടാമതായി നമ്മൾ പോകേണ്ടത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രത്തിലേക്കാണ്. ഭരതസ്വാമി പ്രതിഷ്ഠയായുള്ള ലോകത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ എത്തുമ്പോൾ മീനൂട്ടും ഒപ്പം രോഗശാന്തിക്കായി വഴുതനങ്ങ നിവേദ്യവും വഴിപാടായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം. കൂടൽമാണിക്യ ദർശനത്തിന് ശേഷം മൂന്നാമതായി നമ്മൾ എത്തിച്ചേരേണ്ടത് തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ്. ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം തേടി ഇവിടെ പ്രാർത്ഥിക്കുന്നത്
സഹോദര ഐക്യത്തിന് ഉത്തമമാണ്. തുടർന്ന് നാലാമതായി, അതായത് ഒടുവിലായി നമ്മൾ പോകേണ്ടത് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ശത്രുഘ്നസ്വാമി വണങ്ങി ഉച്ചപൂജയ്ക്ക് മുമ്പ് ഇവിടെ ദർശനം പൂർത്തിയാക്കുന്നതോടെ തൃശ്ശൂർ ജില്ലയിലെ നാലമ്പല യാത്ര പൂർണ്ണമാകുന്നു. ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായി ഭക്തർക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന ഒന്നാണ് കോട്ടയം ജില്ലയിലെ രാമപുരത്തുള്ള നാലമ്പലങ്ങൾ. വളരെ കുറഞ്ഞ ദൂരത്തിൽ, അതായത് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളുടെ ദർശനക്രമവും നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ആ ക്രമം ഇങ്ങനെയാണ്. ആദ്യമായി രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രനെ വണങ്ങുക. തുടർന്ന് രണ്ടാമതായി അമനക്കര ഭരതസ്വാമി ക്ഷേത്രത്തിലും അതിനുശേഷം മൂന്നാമതായി കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഒടുവിൽ മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ വണങ്ങി പ്രാർത്ഥിക്കുന്നതോടെ രാമപുരത്തെ നാലമ്പല യാത്രയും പൂർണ്ണമാകുന്നു. ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വഴി കുടുംബത്തിൽ ഐശ്വര്യവും ദാമ്പത്യഭദ്രതയും സഹോദരങ്ങൾ തമ്മിൽ ഒത്തൊരുമയും ഉണ്ടാകും എന്നാണ് വിശ്വാസം. മൂന്നാമതായി ഭക്തർ വരുത്തുന്ന വലിയ തെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വ്രതശുദ്ധി പാലിക്കാതിരിക്കുക. നാലമ്പല യാത്രയ്ക്ക് മുൻപും യാത്രയിലുടനീളവും പൂർണ്ണമായ വ്രതശുദ്ധി ആവശ്യമാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സസ്യാഹാരം മാത്രം കഴിച്ച് വ്രതം നോക്കണം. യാത്രക്കിടയിൽ അനാവശ്യമായ ലൗകിക സംസാരങ്ങളോ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗമോ ദേഷ്യമോ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. യാത്രയുടെ പൂർണ്ണഫലം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ യാത്രയിൽ ഉടനീളം വണ്ടിയിലിരിക്കുമ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹര എന്ന മന്ത്രങ്ങളോ രാമായണത്തിലെ വരികളോ മനസ്സറിഞ്ഞ് ജപിക്കുക എന്ന ഈശ്വരചിന്തയോടെ മാത്രം നടത്തുന്ന യാത്രകൾ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ. നിങ്ങൾ ഈ കർക്കിടകത്തിൽ നാലമ്പല യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിൽ വയ്ക്കുക. ശുദ്ധിയോടെയും ഭക്തിയോടെയും ദർശനം നടത്തി പുണ്യം നേടുക. ഈ ആത്മീയ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആത്മീയ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു രാമായണ മാസം നേരുന്നു. നന്ദി, നമസ്കാരം. അമ്മേ ശരണം, ദേവീ ശരണം.